क्राइम अलर्ट, जुर्म के खिलाफ आवाज। എന്നെ കുഞ്ഞിനെ രക്ഷിക്ക്. അവര് ഞങ്ങളെ കൊന്നുകളയും. എന്റെ പ്രകാശ് നല്ല ഭംഗിയുള്ള ഒരു മരുമകളെ കൊണ്ടുവന്നിരിക്കുക. വാ മകളെ, വീട്ടിനകത്തേക്ക് വരൂ. ആഹാ, അങ്ങനെ അകത്തേക്ക് പോകാൻ വിടുവോ ഞാൻ? ആദ്യം പെങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തന്നിട്ട് പോണം. 500 രൂപയുള്ളോ? എനിക്ക് ഏടത്തിയുടെ ഒരു വളയാണ് വേണ്ടത്. എന്താ മോളെ, ഒരു വള മാത്രം കിട്ടിയ നിനക്ക് സന്തോഷമാവോ? വാ മോളെ, വലതുകാൽ വെച്ചകത്ത് വരൂ. വാ മോളെ, അങ്കിളിന്റെ നല്ല ആശീർവാദം വാങ്ങിച്ചു. സന്തോഷമായിരിക്കും മോളെ. ഇനി ഈ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് നീയാണ്. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വാ. ഇദ്ദേഹമാണ് അവിനാശ് അങ്കിൾ. ഇദ്ദേഹം എന്റെ അച്ഛന്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താ. എനിക്ക് അദ്ദേഹം ഒരു അച്ഛനെ പോലെയാ. എല്ലാം നന്നായി വരട്ടെ. എന്റെ ചെറിയമ്മ അമ്മായി നിന്നോട് വളരെ വലിയ കള്ളമാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ നിലാവിന്റെ ഒരു കഷ്ണം എടുത്തോണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ നിലാവിന്റെ കഷ്ണമല്ലേ? ഞാൻ കല്യാണം കഴിച്ചതേ നിലാവിന്റെ ഒരു കഷ്ണത്തെ അല്ല, ഞാൻ കെട്ടിയത് നിലാവിനെ തന്നെയാണ് എന്ന്. എന്തിനാ ഇത്രയധികം പ്രശംസിക്കുന്നേ? അതെന്താ അറിയോ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ഒന്നുപോലും വാങ്ങിച്ചിട്ടില്ല. നിനക്ക് എന്താണ് ഇഷ്ടപ്പെടുക ആ കാര്യങ്ങളൊന്നും എനിക്ക് ഒന്നും അറിയില്ലല്ലോ. അങ്ങനെയുള്ളപ്പോ എന്ത് വാങ്ങിക്കാനാ? നിങ്ങളുടെ സ്നേഹം തന്നെ എനിക്കുള്ള ഏറ്റവും വലിയ സമ്മാനമാണ്. ഇനി എനിക്ക് എന്തെങ്കിലും തന്നേ പറ്റൂന്നാണെങ്കിൽ എനിക്ക് വാക്ക് തരും. എന്നോട് ഒരിക്കലും നിങ്ങള് ഒന്നിനും നുണ പറയില്ല എന്ന്. അതുപോലെ നിങ്ങളുടെ ഒരു കാര്യവും എന്നിൽ നിന്ന് ഒളിച്ചു വെക്കരുത്. കാരണം എനിക്ക് നുണ പറയുന്നത് ഭയങ്കര വെറുപ്പാണ്. അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിലേ ഉണ്ടാവണ്ട. നിന്നോട് ഞാൻ എന്ത് കാര്യം മറക്കാനാ? അല്ല, ഇനിയിപ്പോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന നേരം വെളുക്കും കേട്ടോ. നമസ്കാരം ഏടത്തി. നമസ്കാരം. ഞാൻ ഗീത, നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയാ. ഉള്ളിലേക്ക് വായോ. അയൽവക്കക്കാരൊക്കെ ഏടത്തിയുടെ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. സൗന്ദര്യം മാത്രമല്ല, നല്ല മനസ്സുണ്ടെന്ന് തോന്നുന്നു. സന്തോഷായിരി. വാ ഗീത, നമുക്ക് വെളിയിൽ പോയി സംസാരിക്കാം. ഇങ്ങോട്ട് നോക്ക്. ഇപ്പോൾ ഉള്ള ജോലിക്കാരുള്ള എങ്ങനെയാണോ നോക്ക്. എന്ത് പറ്റി? എന്തുണ്ട്? ആ മഹാറാണി പറയുവാ, വീട്ടിൽ ഒരാൾ അധികം വന്നത് കൊണ്ട് അധിക ശമ്പളം വേണോന്ന്. ഒരാൾ അധികം വന്നെന്ന് പറഞ്ഞ് ആരെങ്കിലും ഡബിൾ ശമ്പളം ചോദിക്കുവോ? ആ പറഞ്ഞത് ശരി തന്നെ മമ്മി. അപ്പൊ വീട്ടിലെ ജോലിയൊക്കെ ആരാ ചെയ്യാ? ഞാൻ ചെയ്യും, വേറെ ആര് ചെയ്യാനാ? ഞാൻ ഇവിടെ ഉള്ളപ്പോ വീട്ടിലെ ജോലിയുടെ കാര്യങ്ങൾ ഒന്നും ഓർത്ത് മമ്മി വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനില്ലേ, ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കോളാം. എന്നാ പിന്നെ എനിക്ക് ചൂടായിട്ട് ബജ്ജി ഉണ്ടാക്കി താ. ബജ്ജിയുമില്ല, ഒന്നുമില്ല. ഗുഡ് മോർണിംഗ്. എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നന്നായി വരട്ടെ. അവിനാഷ്, കറക്റ്റ് സമയത്തിനാണ് നീ വന്നിരിക്കുന്നത്. നിനക്ക് ചൂടായിട്ട് എന്താ വേണ്ടേ? നിനക്കിപ്പോ ഞാൻ ചൂടായിട്ട് ഫുഡ് റെഡിയാക്കി കൊണ്ടുവരാം. ഇരിക്കേ. അയ്യോ, പക്ഷെ അത് അച്ഛന്റെ. അതൊന്നും പ്രശ്നമില്ല മോളെ, അവിടെ ഇരിക്കട്ടെ. ഇരിക്കാനല്ലേ പറഞ്ഞേ? ഇരിക്കുമോനെ.
മീന, നീ ഉണ്ടാക്കിയ ചൂടുള്ള ബജ്ജി എനിക്ക് കഴിക്കണം. അതിനെന്താ, ഞാൻ രൂപനെ പോയി ഇപ്പൊ ചൂട് ബജ്ജി ഉണ്ടാക്കിക്കൊണ്ട് വരാം. വാ വാ, പെട്ടെന്ന് വാ, നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരാം. ആ അമ്മേ, അതെ, ഇവിടെ എല്ലാരും വളരെ നല്ലവരാ. ഞാനിവിടെ വന്നിട്ടാകെ 4 ദിവസമല്ലേ അമ്മ ആയുള്ളൂ. ഇനി എല്ലാരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പുതിയ സ്ഥലമല്ലേ, കുറച്ചുനാൾ കഴിയുമ്പോ എല്ലാവരും പരിചയത്തിൽ. പക്ഷെ അമ്മേ, എനിക്കിവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. എന്താ കാര്യം? ഇത് തന്നെ എന്റെ ഭർത്താവ് പ്രകാശും അതുപോലെ അമ്മായിമ്മയും അവർ അച്ഛന് പകരം അച്ഛന്റെ കൂട്ടുകാരനായ അവിനാശിനെയാണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. നീ ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കണ്ട. നീ എല്ലാവരോടും സ്നേഹമായിട്ട് പൊയ്ക്കോ, മനസ്സിലായോ? ഉം. ശരി അമ്മേ, അമ്മ സൂക്ഷിച്ചിരിക്കണേ. ശരി മോളെ, നീയും സൂക്ഷിച്ചു നടക്ക്. നിങ്ങൾക്കിപ്പോ കുറച്ച് കുസൃതി കൂടുന്നുണ്ട്. മമ്മിയുടെ റൂമിൽ നിന്ന് ആര് ചിരിക്കുന്ന ശബ്ദമായി കേൾക്കുന്നത്? അച്ഛനാണെങ്കിൽ വീട്ടിലും ഇല്ലല്ലോ. മോളെ രൂപൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കഥകള് തട്ടാതെ നീ അകത്തു വന്നു. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അല്ല മമ്മി, അത് മമ്മിയുടെ റൂമിൽ നിന്ന്. അത് അവിനാഷ് അങ്കിൾ എന്റെ സാരിക്ക് പിന്നു കുത്തുമായിരുന്നു. അത് മമ്മി എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അത് മോളെ, നീ എപ്പോഴും ജോലി ചെയ്ത് തളർന്നിരിക്കുവല്ലായിരുന്നോ? നിന്നെ എന്തിനു ശല്യം ചെയ്യുന്നു വിചാരിച്ചു. ശരിയല്ലേ? നല്ല സാരിയാണല്ലോ ഉടുത്തിരിക്കുന്നത്. മമ്മി എവിടെയെങ്കിലും പുറത്തു പോകുന്നുണ്ടോ? അയ്യോ, നിന്നോട് പറയാൻ മറന്നുപോയി. ഇന്ന് അങ്കിളിന്റെ ഓഫീസിൽ ഒരു പാർട്ടി ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാ. അപ്പോ അച്ഛൻ എവിടെ പോയിരിക്കുക? അങ്കിൾ ഓഫീസ് കഴിഞ്ഞ് നേരെ പാർട്ടിക്ക് വരും. മോളെ, നീ ഇപ്പൊ എന്നോട് ചോദിക്കുന്ന ചോദ്യമെല്ലാം കഴിഞ്ഞോ? അപ്പോഴേ ഞങ്ങൾക്ക് പോകാൻ പറ്റൂ. വാ അവിനാഷ്, നമുക്ക് സമയായി. ഇതെന്റെ അച്ഛന്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താ. അതേം എനിക്കൊരു അച്ഛനെ പോലെയാണ്. അവിനാഷ്, നീ തക്ക സമയത്താണ് വന്നിരിക്കുന്നത്. പറ, എന്താ നിനക്ക് കഴിക്കാൻ വേണ്ടത്? നിനക്ക് വേണ്ടി ചൂടായിട്ട് ഫുഡ് ചെയ്തെടുത്തോണ്ട് വരാം. ആഹാ, എത്തിയല്ലോ. ഞാൻ എന്നാ പോയി ചായ എടുത്തിട്ട് വരാം. വേണ്ട, എനിക്ക് ചായ ഒന്നും വേണ്ട. വെള്ളമോ? അമ്മ വീട്ടിലല്ലേ? മമ്മി അവിനാഷ് അങ്കിളിന്റെ കൂടെ അച്ഛന്റെ ഓഫീസ് പാർട്ടിക്കായി പോയിരിക്കുകയാണ്. ഓ ഓ, അത് ഞാൻ മറന്നതാ. അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. എന്നാ വാ, നമുക്കും പുറത്തുപോയി വല്ലതും കഴിക്കാം. പ്രകാശ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ, എന്താ പറ്റി? വൈകുന്നേരം മമ്മിയുടെ ബെഡ്റൂമിൽ നിന്ന് ഏതൊരു പുരുഷൻ ചിരിക്കുന്ന ശബ്ദം കേട്ടു. അപ്പൊ ഞാൻ ചെന്ന് മമ്മിയുടെ റൂം തുറന്നപ്പോ അവിടെ മമ്മിയോടൊപ്പം അകത്ത് അവിനാഷ് അങ്കിളും ഉണ്ടായിരുന്നു. അതിനെന്താ? നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. എനിക്കത് പറയാൻ പോലും നാണക്കേട് തോന്നുന്നു. ഓ, അങ്ങനെ നിനക്ക് പറയാൻ നാണക്കേടുള്ള കാര്യമാണെങ്കിൽ നീ എന്തിനാ എന്നോട് പറയുന്നേ? ഞാൻ പറയുന്നത് വ്യക്തമായി കേക്ക്. അല്ലാതെ എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ നിന്നാലേ നിനക്കത് നന്നാവില്ല. അതിന്റെ ഒരു ആവശ്യം നിനക്ക് ഇല്ലാന്താരും, മനസ്സിലായോ? അല്ലെങ്കിൽ തന്നെ 1008 ടെൻഷനുമായിട്ട് ഓഫീസിൽ നിന്ന് വരുന്ന വീട്ടിൽ വന്നാലും നിന്റെ ടെൻഷനും. പ്രകാശ്, മോളെ, പപ്പ നിങ്ങളോ? അപ്പൊ നിങ്ങൾ പാർട്ടിക്ക് പോയില്ലേ? എന്ത് പാർട്ടി? ഏത് പാർട്ടി? പാർട്ടി ഗംഭീരമായിരുന്നല്ലേ? ഒരു ഉമ്മ തന്നെ. ആരെങ്കിലും കാണാൻ പോവാ. ദിവസങ്ങൾ പോകുന്നതോടെ നിങ്ങളുടെ കുസൃതി കൂടുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് പൊയ്ക്കോ. നിന്റെ അടുത്തൊന്നും പോകാൻ മനസ്സ് വരുന്നില്ല, സത്യമായിട്ട്. പോ അവിടുന്ന്. എന്നോട് ഇപ്പോഴും നീ പിണക്കത്തിലാണോ?
ദാ സോറി പറയാ. അല്ല പ്രകാശ്, ഞാൻ പറയുന്നത് കേൾക്കാതെ തന്നെ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടു. ഇപ്പൊ പോലെ നോക്ക്, പറ, നിനക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ മമ്മിയും അവിനാശ് അങ്കിളും പാർട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്റെ പൊന്നെ, പ്ലീസ് അവരുടെ കാര്യം നമുക്ക് ഇപ്പൊ സംസാരിക്കണ്ട. നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാം, ശരിക്കും സംസാരിക്കാം. നീയും ഞാനും മാത്രം. പക്ഷെ അവിടെ പുറത്തൊന്ന് പോയി ഒരക്ഷരം മിണ്ടരുത്, എനിക്കൊന്നും കേൾക്കണ്ട. ഇന്നത്തെ രാത്രി എനിക്ക് മനസ്സ് തുറക്കാനുള്ള സമയം. ഈ വെണ്ടയ്ക്ക് എത്ര വില? കിലോ 40 രൂപയാ. 40 രൂപയോ? ഇല്ലില്ല, ഞാനാകെ 30 രൂപ തരൂ. എത്ര രൂപ ലാഭിക്കും കൊച്ചമ്മേ? എന്റെ ശമ്പളവും ലാഭിച്ച് നിങ്ങൾ എടുത്തില്ലേ? നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരാള് കൂടിയത് കൊണ്ട് നിങ്ങളുടെ അമ്മായിയമ്മയോട് ഞാൻ 200 രൂപയെ ചോദിച്ചുള്ളൂ. ഇത്ര നാൾ പ്രകാശിന്റെ കാശ് അധികം ഉണ്ടായിരുന്നു. ശമ്പളം വാങ്ങാത്ത ജോലിക്കാരെ നമുക്ക് കിട്ടിയല്ലോ. എന്ത് ചെയ്യാനാ? വേറെ ഒരു വഴിയുമില്ല. ജോലി ചെയ്തല്ലേ പറ്റൂ. എത്ര വേദനയുണ്ടെങ്കിലും. അമ്മ ആകെ തളർന്നു പോയി. വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നോണ്ടാ. മമ്മി, ഞാനിന്ന് മാർക്കറ്റിൽ വെച്ച് നമ്മുടെ വേലക്കാരി ഗീതയെ കണ്ടു. അവളുടെ പേര് പോലെ എന്നോട് നീ പറഞ്ഞു പോയേക്കല്ലോ. അവൾ ഒന്നാം നമ്പർ കളിപ്പേരുകാരിയാ. ഗീത നീയാണോ? മമ്മി, എന്നോട് ഗീത പറഞ്ഞു. ഗീത മമ്മിയോട് ആകെ 200 രൂപ കൂട്ടി ചോദിച്ചുള്ളൂ എന്ന്. നീ കള്ളമാണ് പറയുന്നത്. എന്നെ കാണുമ്പോൾ ഒരുമാതിരി സംസാരിക്കും, അവളെ കാണുമ്പോൾ വേറൊരു രീതിയിൽ സംസാരിക്കും. അല്ല ഗീത? മമ്മി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലം ഗീതയെ ജോലിക്ക് വെക്കാം. കണ്ടോ? നീ കണ്ടോ? മരുമോൾ പറഞ്ഞത് നീ കണ്ടോ? ഒന്നാമത് എന്റെ മകന്റെ ബിസിനസ് ഡള്ളായിട്ടാ പോകുന്നേ, ലാസ് ആയിട്ട് പോകുന്നു. ഈ അവസരത്തിൽ അവള് പറയാ വീട്ടിൽ വേലക്കാരി വേണോ അത്രേ. ചെറിയ ചെറിയ ജോലിയെല്ലാം വീട്ടിലുള്ളവരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലേ? കാണിച്ചു തരാം ഞാൻ. കള്ളം പറയുന്നോ നീ? വാങ്ങോട്ട്. ഇനി ഈ വീടിന്റെ പടി ചവിട്ടിയാലേ പോലീസിനെ വിളിക്കും ഞാൻ, കേട്ടല്ലോ? എന്ത് പറയാനാ റീത്ത? ഈ രൂപൽ വന്നതിന് ശേഷം വീടൊരു ദരിദ്രവാ. ഇവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം എന്റെ മോന്റെ ബിസിനസ് ഡള്ളായി പോയി. ഒന്നാമത് എന്റെ മോന്റെ ബിസിനസ് ശരിയല്ല. അതുമല്ലാതെ ഇവൾക്ക് വേലക്കാരി വേണോന്ന്. 2 പ്രാവശ്യം ചെക്ക് ചെയ്തു. 2 പ്രാവശ്യം പോസിറ്റീവാ വന്നിരിക്കുന്നേ. ഡോക്ടർ ഗായത്രി പറഞ്ഞതുപോലെ തന്നെ അതുപോലെ തന്നെ വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം അതായത് ഞാനൊരു അമ്മയാവാൻ പോവാണോ? എന്താ ഇത്? പാചകം ചെയ്യാൻ ഇത്രയും നേരം വേണോ? വേഗം ചെയ്. അതെനിക്ക് അത്രയ്ക്ക് അങ്ങ് സുഖമില്ല. കണ്ടോ അമ്മേ, ജോലി ചെയ്യാതിരിക്കാനാ ഛർദില് വരുന്ന പോലെ അഭിനയിക്കുന്ന. അവൾ അഭിനയിക്കുന്നില്ല, അവൾ പ്രഗ്നന്റ് ആണെന്നാ തോന്നുന്നേ. അങ്ങനെയൊന്നും ഇല്ലമ്മേ, അവള് വെറുതെ അഭിനയിക്കല്ലേ, ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയാ. മമ്മി, എനിക്ക് തോന്നുന്നു നമുക്ക് ചെക്കപ്പിനൊന്ന് ഡോക്ടറെ അടുത്ത് പോകാന്ന്. എന്റെ ഒരു സ്കൂൾ ഫ്രണ്ട് ഉണ്ട്, അവള് ഗൈനക്കോളജിസ്റ്റ് ആണ്, ഡോക്ടർ ഗായത്രി. എന്ത്? ഈ രാമായണത്തിലെ കഥയിൽ എന്നോട് പറയണ്ട. നീ ആരുടെ അടുത്ത് വേണമെങ്കിലും പൊയ്ക്കോ, നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് പോ, മനസ്സിലായോ? വാ റീത്ത, ഡോക്ടറിന്റെ അടുത്ത് പോണോന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം നഷ്ടപ്പെടുമല്ലോ. എന്നാലും എങ്ങനെ എന്റെ ശ്രദ്ധ തെറ്റിയത്? അല്ലിപ്പോ എന്താ, വീണ്ടും എനിക്ക് ലോസായി. ഇതാ ചായ കുടിച്ചോ. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, അത് ഞാൻ ഓർമ്മിപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നിനക്ക് പറ്റുന്ന പണിയല്ല, ഓഫീസിലെ കാര്യങ്ങളാ. എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ചെന്ന് നിന്റെ പണി നോക്ക്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്നാ പെട്ടെന്ന് പറ. എന്തിനാ മുഹൂർത്തത്തിന് വെയിറ്റ് ചെയ്യാ? എന്റെ ഒരു സ്കൂൾ ഫ്രണ്ട് ഉണ്ട്, ഗായത്രി. അവള് ഡോക്ടറാ, ഗൈനക്കോളജിസ്റ്റ് ആണ്. അതുപോലെ ഇത് നോക്ക്, ഇത് എന്റെ പണിയല്ല, ഇതൊക്കെ സ്ത്രീകളുടെ പണിയാ. ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നീ അമ്മേനെ വിളിച്ചോണ്ട് പോ. ഞാനും അത് അമ്മയോട് പറഞ്ഞതാണ്, പക്ഷെ അമ്മ പറഞ്ഞു ഞാൻ നിങ്ങളെ കൂട്ടിട്ട് പോണെന്ന്. ഞാൻ എന്റെ അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്, നിന്റെ അമ്മേനെ കൂട്ടിക്കൊണ്ടുവന്ന കാര്യം പറഞ്ഞത്. നിന്റെ അമ്മേനെ കൂട്ടിക്കൊണ്ട് പോ. ഹലോ,
അമ്മേ ദാ ആ കാറിൽ മമ്മി. എവിടെയാ? മുൻ അസിസ്റ്റന്റിനെ വിളിക്കുക. എനിക്ക് അവളെ പെട്ടെന്ന് കാണണമല്ലോ. എന്നിട്ട് വേണം എനിക്കൊന്ന് അഭിനന്ദനം അറിയിക്കാൻ. നീ ചെറിയമ്മയാകുമല്ലേ, ഞാൻ മുത്തശ്ശിയും. അമ്മ നോക്ക്, മമ്മിയും അവരുടെ കൂടെ. എന്താ അതെ മോളെ. എത്ര നേരമായി? പോ, എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തെടുത്തോണ്ട് വാ. ദിവസം മുഴുവൻ അമ്മയുടെ കൂടെ കറങ്ങി നടക്കല്ലേ? ഈ വീട്ടിലെ ജോലിയൊക്കെ ആര് ചെയ്യും? എന്റെ അമ്മ പാവം എന്തുമാത്രം പണിയാ ചെയ്യ. മമ്മി, ഞാൻ അമ്മയുടെ കൂടെ ചുറ്റാൻ പോയതൊന്നും അല്ലായിരുന്നു, ഡോക്ടറെ അടുത്ത് പോയതാണ്. ഒരു വലിയ ഗുഡ് ന്യൂസ് ഉണ്ട്. വീട്ടിലൊരു പുതിയ അതിഥി വരാൻ പോവാ. മമ്മി, നിങ്ങളൊരു മുത്തശ്ശിയാവാൻ പോവാണ്. എന്താന്ന് ഗുഡ് ന്യൂസ്? ഒരു കുഞ്ഞു വീട്ടിൽ ജനിച്ചാൽ അതിനുള്ള ചെലവുകൾ എന്തുമാത്രം ഉണ്ടെന്ന് നിനക്കറിയുവോ? ഗുഡ് ന്യൂസ് പോലും. ഗുഡ് ന്യൂസ്. എല്ലാരും കേൾക്കാനാ ഒരു ഗുഡ് ന്യൂസ്. സംഘാനി കമ്പനിയുടെ കോൺട്രാക്ട് എനിക്ക് കിട്ടി. ഓ, വലിയ വിഷയമാണല്ലോ. അപ്പൊ നമുക്ക് ഒരു മധുരം കഴിക്കാം. അതിനല്ലേ സ്വീറ്റ് മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്. സ്വീറ്റ് മേടിച്ചോണ്ട് വന്നാ മാത്രം പോരാ. അതെ അതെ, പാർട്ടി അല്ല തരുന്നേ, അതിനേക്കാൾ വലിയ പാർട്ടി പ്രകാശ് തരും. അല്ല പ്രകാശ്? പിന്നെ അല്ലാതെ ഇത്ര നല്ല ഗുഡ് ന്യൂസ് അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. വാ, നമുക്ക് പാർട്ടി ചെയ്യാം. വരൂ. വാ, വാ. അമ്മേ, എന്താ മോനെ നിനക്ക്? എന്ത് വേണം? അമ്മേ, എനിക്ക് എന്റെ ആധാർ കാർഡും പാൻ കാർഡും വേണം. എനിക്ക് 10,000 റുപ്യം തരുമോ? എന്ത് പറ്റി? ബാങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അമ്മേ. ഓ ശരി, ഞാൻ എടുത്തോണ്ട് വരാം. പുതിയ അക്കൗണ്ട് തുറക്കുകയാണോ? എന്തിനാ? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനാ. എന്താ, നീ തരുമോ? അതൊക്കെ ഞാൻ എവിടെ നിന്ന് തരാനാ? എന്റെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല. അമ്മ, മറ്റേ പൈസ. അയ്യോ, ഞാൻ മറന്നുപോയി. വാ എന്റെ കൂടെ. നിനക്ക് എത്ര ധൈര്യമുണ്ട് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിൽ കൈവയ്ക്കാനായിട്ട്? അമ്മേ, ഞാൻ വെറുതെ ഡോക്യുമെന്റ്സ് ഒന്ന് നോക്കിയതാ. ഡോക്യുമെന്റ്സോ? നീ വേറെ ഏതോ നോക്കിയതാ. എന്റെ ബാഗിൽ എന്തെല്ലാം ഉണ്ടെന്ന്. പ്രകാശ്, പ്രകാശ് പറഞ്ഞു കൊടുത്തു നിന്റെ ഭാര്യ അടുത്ത്. അവൾ എന്റെ പേഴ്സണൽ ബാഗ് തുറന്ന് നോക്കുക. നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഞാൻ പറഞ്ഞതല്ലേ, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുത്, മനസ്സിലായോ? നീ ഏത് സമയം ഇവിടെ കിടന്നുറങ്ങുക? എന്റെ അമ്മ പാവം ജോലി ചെയ്യാ. പ്രകാശ്, എനിക്കെന്തോ ഒട്ടും സുഖം തോന്നുന്നില്ല. വല്ലാത്തൊരു വീക്ക്നെസ് തോന്നുന്നുണ്ട്. പ്ലീസ് എന്നെ ഒന്ന് ഡോക്ടറെ അടുത്ത് കൂട്ടിയിട്ട് പോകാമോ? വയറും വല്ലാതെ വേദനിക്കുന്നുണ്ട്. നോക്ക് നോക്ക്, നിന്റെ ഭാര്യ ഭയങ്കര അഭിനയക്കാരിയാ. ഒരു ജോലി കൂടെ ചെയ്യാൻ വയ്യ. മഹാറാണിക്ക് ഭയങ്കര അസുഖ. ദിവസം ഫുള്ള് കിടന്ന് ഉറങ്ങണം കട്ടില്ലേ. എനിക്ക് പ്രകാശ്, എനിക്ക് ശരിക്കും ഒട്ടും വയ്യാഞ്ഞിട്ടാ. നിന്റെ ഒരു തരികിട പരിപാടി എന്റെ നടക്കില്ല. വാ, ചെന്ന് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യ്. താഴെ ചെന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിത്താ. എന്നാ ഇഷ്ടമില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ജോലി ചെയ്യുവാണോ? വൃത്തിയോടെ തറ തുടയ്ക്കാൻ നിനക്ക് അറിയത്തില്ലേ? അത് താഴെ ഇരുന്ന് തുടയ്ക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുന്നു മമ്മി. ഓ അങ്ങനെയോ? നോക്ക് പ്രകാശ്, നോക്ക്, അവൾക്ക് വീട്ടിലെ ജോലി ചെയ്യാൻ ഭയങ്കര കഷ്ടമാണെന്ന്. ജോലി ചെയ്. വീട് തുടച്ച ശേഷം കർട്ടൻ എല്ലാം എടുത്ത് ക്ലീൻ ചെയ്. ഓ, ഞാൻ മറന്നുപോയി. അത് വാഷിംഗ് മെഷീൻ റിപ്പയർ ആയിപ്പോയി. അതുകൊണ്ട് കർട്ടൻ കൈകൊണ്ട് കഴുകണം നീ.
എത്രത്തോളം നീ ബഹളം വെക്കുവോ അത്രയും ജോലിയും ചെയ്യുന്നു. ഇനി അടുക്കള പണിയും ബാക്കിയുണ്ട്. ഇത് എങ്ങനെയുള്ള ബന്ധമാണ്? രൂപലിന്റെ അമ്മായി അപ്പന്റെ സുഹൃത്തിനോടുള്ള ബന്ധമാണിത്. യാതൊരു നാണവും മാനവുമില്ലാത്ത ബന്ധമാണിത്. ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ബന്ധത്തിനാല് രൂപലിന്റെ ജീവിതം എത്ര വലിയ ആപത്തിലേക്കാണ് പോകുന്നത്. അതിനെപ്പറ്റി രൂപലിന് ഒന്നും അറിയില്ല. അമ്മായിയമ്മയുടെ വീട്ടിൽ സ്നേഹത്തിന് പകരമായിട്ട് ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നു. പീഡനങ്ങളെല്ലാം സഹിക്കണം, പരിഹാസം അനുഭവിക്കണം, ഒരു തെറ്റും ചെയ്യാതെ അടി വാങ്ങണം. അഹമ്മദാബാദിൽ നടന്ന ഈ സംഭവത്തിൽ എത്ര വലിയ സത്യമാണ് നമ്മൾ അറിയാൻ പോകുന്നത്. കേൾക്കുമ്പോഴേ നമുക്ക് തന്നെ നാണക്കേട് തോന്നുവാ. നമസ്കാരം, ഞാൻ സുധാ ചന്ദ്രൻ. ഇന്ന് നടക്കാൻ പോകുന്ന എപ്പിസോഡിൽ ഒരു ക്രൈമിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിക്കാൻ പോവുകയാണ്. ഈ സ്ഥലത്തിൽ നടന്ന അനാവശ്യമായ ബന്ധം ഈ കുടുംബത്തിലുള്ളവർ തന്നെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ പറയില്ലേ, മറച്ചു പിടിക്കുന്ന സത്യം എപ്പോഴെങ്കിലും വെളിയിൽ വരും. പിന്നെ കള്ളത്തിനെതിരായിട്ട് സംസാരിക്കും. രൂപലിന് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നുവെന്ന് അവൾക്കേ മനസ്സിലാകത്തില്ല. രൂപൽ ഇതെല്ലാം കടന്നു വരുമോ ഇല്ലയോ, അതോ തോറ്റുപോകുമോ? നീ ഹോസ്പിറ്റലിൽ പോകാത്തത് നല്ലതായിപ്പോയി. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബിൽ മുതൽ നമ്മൾ തന്നെ കെട്ടിയിരിക്കണം. എനിക്കറിയാവുന്ന കാര്യമല്ലേ, അതുകൊണ്ട് ഞാൻ റൂപ്പലിനോട് പറഞ്ഞത് എനിക്ക് വേറെ ജോലിയുണ്ടെന്ന്. ചേട്ടത്തി ഇങ്ങോട്ട് നോക്കിക്കേ. ദേ നിങ്ങളുടെ കൊച്ചുമോൾ വന്നിരിക്കുന്നു. അതിനിപ്പോ ഞാൻ ചെയ്യാനാ? ആരതി ഒഴിയണോ? ചേട്ടത്തി ഇങ്ങോട്ട് നോക്കിക്കേ. വീട്ടില് ലക്ഷ്മിയാ വന്നിരിക്കുന്നേ. ആരതി ഒഴിഞ്ഞ് ലക്ഷ്മിയെ വീട്ടിൽ വരവേൽക്കുന്നതാണ് സമ്പ്രദായം. നിങ്ങളുടെ സമ്പ്രദായം എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ രീതി അനുസരിച്ച് ഒരു മകൻ പിറന്നാലേ ഈ സമ്പ്രദായം ഞങ്ങൾ ചെയ്യൂ. വാ പ്രകാശ്, നമുക്ക് പോകാം. ഓ, അതിന്റെ കരച്ചിലൊന്ന് നിർത്തി തരുവോ? കാവ്യ, ഉറങ്ങാൻ നോക്ക് വാവേ. നോക്ക്, വാവ കരഞ്ഞിട്ടേ അച്ഛന് ഉറങ്ങാൻ പറ്റില്ലെന്ന് അച്ഛൻ പറയുന്നേ. ഓ, നീ ഇങ്ങനെ അവളോട് പറഞ്ഞു കളിക്കാതെ നേരെ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് റൂമിന്റെ പുറത്താക്ക്. വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? പപ്പ, പപ്പ ഈ മുറിയിലാണെങ്കി അപ്പൊ പപ്പയുടെ മുറിയിൽ ആരാ ഉള്ളത്? മമ്മി, മമ്മി, ഇതെന്തേ നടക്കുന്നേ? ഈ പാതിരാത്രി അവിനാശ് അങ്കിള് മമ്മിയുടെ മുറിയിൽ എന്താ ചെയ്യുന്നത്? നിനക്ക് എത്ര ധൈര്യമുണ്ട് എന്നോട് ചോദ്യം ചോദിക്കാൻ? അതുമല്ലാതെ എന്നോട് ചോദ്യം ചോദിക്കാൻ നീ ആരടി? നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അനുവാദമില്ലാതെ എന്റെ റൂമിനകത്ത് കേറി പോകരുതെന്ന്. ഈ പാതിരാത്രിക്ക് എന്തിനാ ഒച്ചെടുക്കുന്നേ? നീ എന്തിനാണ് ബഹളം വെക്കുന്നേ? നിന്റെ ഭാര്യയോട് ചോദിക്ക്. ഈ പാതിരാത്രിയിലാണോ ഈ നാടകം കളിക്കുന്നേ? പ്രകാശ്, ഈ പാതിരാത്രി അവിനാശ് അങ്കിൾ മമ്മിയുടെ ബെഡ്റൂമിലാണ് ഉള്ളത്. ഞാൻ മമ്മിയോട് ചോദിച്ചത് ഈ നേരത്ത് അവിനാശ് അങ്കിൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് മാത്രം.
നല്ലതിനൊന്നും കാലമില്ല പ്രകാശ്. നിന്റെ അച്ഛന് രാത്രിയിൽ സുഖമില്ലാതായപ്പോ നിന്റെ ഉറക്കത്തെ നശിപ്പിക്കരുതെന്ന് അവിനാഷ് അങ്കിളിന് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു. പാവം, അവര് മരുന്ന് വാങ്ങിച്ചോണ്ട് ഓടി വന്നിരിക്കുക. അങ്ങനെയുള്ള അവരുടെ മുകളില് എത്ര വലിയ കുറ്റമാ ചുമത്തുന്നേ? നിങ്ങളല്ലേ പറഞ്ഞേ നിങ്ങൾക്ക് സുഖമില്ലെന്ന്? ആ അതെ അതെ ശരി തന്നെ. എനിക്ക് ശരിക്കും സുഖമില്ലായിരുന്നു. പിന്നെ എന്തിനാ ഇവൾ ആവശ്യമില്ലാത്തല്ല സംസാരിച്ചോണ്ടിരിക്കുന്നേ? പക്ഷേ പപ്പ ഗസ്റ്റ് റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ. വൃത്തിയിട്ടവളെ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് എന്റെ വീട്ടുകാരെ കുറിച്ച് ഇങ്ങനെ അസംബന്ധം പറഞ്ഞ് നടക്കാൻ? ഇനി മേലാൽ ഇങ്ങനെ നീ പറഞ്ഞ കൊന്നു കളയും ഞാൻ. മരുമകനെ എങ്ങോട്ട് നോക്ക്. ഒരുപാട് നാളിന് ശേഷം വന്നിരിക്കുക. നിങ്ങളെ ശ്രദ്ധിക്കാൻ ആരുമില്ല. എവിടെ പോയി കിടക്കാൻ അറിയില്ല എന്റെ മരുമകൾ. ഒരു പ്രാവശ്യം മാർക്കറ്റിൽ പോയാ 4 മണിക്കൂർ എടുക്കും തിരിച്ചു വരാൻ. അമ്മേ, ഇപ്പൊ തന്നെ അവളെ അടക്കി നിർത്തിയില്ലെങ്കിലേ പിന്നീട് അമ്മയ്ക്കായിരിക്കും പ്രശ്നം ഉണ്ടാവുക. പ്രകാശ്, ആ രാക്ഷസ എന്റെ മകന്റെ ജീവിതം എങ്ങനെ ആക്കി തീർത്തു നോക്കിയേ. ഇതെന്താ ഏട്ടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നേ? ഞാൻ എന്ത് ചെയ്യാനാ? കടം തന്നവരൊക്കെ ഫോൺ അടിച്ചോണ്ടിരിക്കല്ലേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അമ്മായി അമ്മയോട് കുറച്ച് കാശ് വയ്ക്കും. എപ്പോഴാണെങ്കിലും അവരുടെ സ്വത്തൊക്കെ നിനക്കുള്ളതല്ലേ. മനോജ് പറയുന്നത് ശരിയാ ഏട്ടാ. അല്ലേലും ഏടത്തിയുടെ അമ്മയ്ക്ക് കാശിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ? അമ്മയെ പോലെയല്ലേ മകളും ഇരിക്കൂ. രൂപലിന്റെ അമ്മ ഭയങ്കര തന്ത്രക്കാരിയാ. അവൾ ഒരു പൈസ കൂടെ എന്റെ മോന് കൊടുക്കില്ല. ഇതെല്ലാം അവൾ വന്ന നാൾ മുതൽ തുടങ്ങിയതാ. എന്റെ വീട്ടിൽ അവൾ ഒരു അപശകുനമാണ്. എന്റെ ഭഗവാനെ, അവളുടെ തള്ള അങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ അപ്പൊ അവരുടെ സ്വത്ത് മുഴുവൻ എന്റെ ഏട്ടന് കിട്ടുമല്ലോ. ഞാൻ പറയാൻ പാടില്ല, എന്നാലും പറയാ, ശരിക്കും നിങ്ങള് അപശകനുമാണ്. പെൺകുട്ടിയല്ലേ പെറ്റത്. അമ്മയും മോളും എപ്പോഴാണെങ്കിലും ഈ വീടിന് ഭാരമാ. രണ്ടും ശാപമുള്ള ജന്മങ്ങളാ. എന്റെ കുടുംബത്തെ നശിപ്പിച്ചു അവർ. എന്ത്? എനിക്കിതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ അമ്മ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? താങ്ക് യു കാന്തമ്മായി. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തിനാ ഇത്ര വലിയ കാര്യം എന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചത്? അമ്മയോട് സംസാരിക്കാം. ഹലോ അമ്മേ. എന്താ മോളെ, എന്റെ കൊച്ചുമോൾ എങ്ങനെയുണ്ട്? അമ്മ, എനിക്ക് സുഖം തന്നെ. അതുപോലെ കാവ്യം സുഖമായിരിക്കുന്നു. അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. പറ മോളെ. അമ്മ, ഞാൻ അറിഞ്ഞത് അമ്മ വീട് പണയം വെച്ച് പലിശയ്ക്ക് പൈസ എടുക്കാൻ പോവാന്ന്. ഞാൻ എന്ത് ചെയ്താലും നിനക്കും നിന്റെ മകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന് വേണ്ടിയേ ചെയ്യൂ. അമ്മേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ചുമതല ഇപ്പൊ പ്രകാശിന്റേതാണ്. അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, ആരെങ്കിലും എന്നോട് എന്തെങ്കിലും മറച്ചു വെച്ച് എനിക്ക് അത് ഒട്ടും ഇഷ്ടമല്ലെന്ന്. അമ്മേ, ഞാൻ അമ്മയെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി മോളെ. നീ ഏത് സമയവും നിന്റെ അമ്മയോട് മാത്രമേ സംസാരിക്കോ? നിനക്കൊരു പണിയൊന്നുമില്ലടി. ഞാനിപ്പോ അമ്മയോട് പറഞ്ഞ കാര്യം തന്നെയാ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്റെ അമ്മയുടെ അടുത്ത് കാശ് ചോദിച്ചോ? ഇതൊക്കെ നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടിയാ ഞാൻ ചെയ്യുന്നേ. നിങ്ങൾ ഇനി ഇതെല്ലാം ഞങ്ങളുടെ നല്ലതിന് വേണ്ടി ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൊണ്ട് ചെയ്യണം. ഇതുപോലെ എന്റെ അമ്മയുടെ അടുത്തുനിന്ന് കാശ് വാങ്ങിച്ച് ഞങ്ങളെ നോക്കേണ്ട യാതൊരു ചുമതലയും നിങ്ങൾക്കില്ല. നിന്റെ നാവ് കുറച്ച് കൂടുന്നുണ്ട്. നിന്റെ അമ്മയുടെ അടുത്ത് പൈസ വാങ്ങിച്ച ഇപ്പൊ എന്താടി? ആ തള്ള ചത്ത മണ്ണിന്റെ അടിയിൽ പോയതിനു ശേഷം ആ സ്വത്തൊക്കെ എന്റേതല്ലടി. അതുകൊണ്ട് ഇപ്പോഴേ ചോദിച്ചാൽ എന്താ പ്രശ്നം? നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അതെന്റെ അമ്മയാണ്. അതുപോലെ മറ്റൊന്ന്, എന്റെ അമ്മ നിങ്ങൾക്ക് പൈസ തരാനായി വീട് പണയം വെക്കാൻ പോവായിരുന്നു. ഞാനത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന കാര്യം, ആരെങ്കിലും എന്നോട് എന്തെങ്കിലും മറച്ചു വെച്ചാൽ അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ലെന്ന്. അതും ഇനി എന്നെ സംബന്ധിച്ച കാര്യമാണെങ്കിൽ എനിക്കത് ഒട്ടും തന്നെ അംഗീകരിക്കാനാവില്ല. ഇത് എന്നെ സംബന്ധിക്കുന്ന ഒരു വലിയ കാര്യമാണ് നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചത്.
തനിക്ക് എങ്ങനെ ധൈര്യം വന്നോടാ എന്റെ കുപ്പി എടുത്ത് മാറ്റാൻ? എടാ നീ എന്താ ഈ കാണിക്കുന്നേ? കൂടുതൽ അച്ഛൻ കളിക്കാൻ നിന്നുണ്ടല്ലോ. അതിന് നിങ്ങളും ഞാനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? കേട്ടില്ലേ മീന, പ്രകാശ് എന്തൊക്കെയായി പറയുന്നെന്ന്? അവൻ പറഞ്ഞത് നീയും കേട്ടില്ലേ? അതുകൊണ്ട് എന്താ, അവൻ വല്ലതും തെറ്റു പറഞ്ഞോ? കറക്റ്റ് ആയിട്ടല്ലേ സംസാരിച്ചേ? നിനക്കും അവൾക്ക് എന്താണ് വേറെ ബന്ധം? മഞ്ജൂർ, നീ കാത്തിരുന്നോ? നിന്നെ ഞാൻ വെറുതെ വിടൂല. കൂടുതൽ അച്ഛൻ കളിക്കാൻ നിന്നുണ്ടല്ലോ. അതിന് നിങ്ങളും ഞാനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? കേട്ടില്ലേ മീനെ, പ്രകാശ് എന്തൊക്കെയായി വിളിച്ചു പറയുന്നെന്ന്? അതുകൊണ്ട് എന്താ, അവൻ വല്ലതും തെറ്റു പറഞ്ഞോ? കറക്റ്റ് ആയിട്ടല്ലേ സംസാരിച്ചേ? മഞ്ജൂർ, മഞ്ജൂർ. ഒരു രഹസ്യം മറയ്ക്കാൻ വേണ്ടി ഒരു പാവം പെൺകുട്ടിയുടെ മേലെ ഇത്രയധികം ക്രൂരത എന്തുകൊണ്ട്? ഇപ്പോഴല്ലേ ആ രഹസ്യം 25 വർഷം കൊണ്ട് ഉലകത്തിൽ നിന്ന് മറഞ്ഞു പോകും. അത് ലോകമെമ്പാടും അറിയണ്ടേ? സമുദായത്തിൽ നല്ല പേര് വേണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ സമൂഹത്തില് ഒരുപാട് പേരുണ്ട്. 2 മുഖംമൂടി അണിഞ്ഞ് ചുറ്റിക്കൊണ്ടിരിക്കുന്നവർ. ഇവിടെയും കള്ളത്തരമായ ഒരു മുഖംമൂടി അണിഞ്ഞ് രൂപൽ കടന്നു ചെന്ന വീട്ടിൽ നടക്കുക. രൂപൽ കടന്നു ചെന്ന വീട്ടിൽ ഇങ്ങനെയുള്ള ചതികൾ ഒരുപാട് അപമാനം തരുന്ന വിഷയങ്ങളാണ്. ഒരാളുടെ തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടി വേറൊരാളുടെ മേൽ ഇത്രയും പഴികൾ ചുമത്തുന്നത് സമുദായത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ എത്ര നാൾ ഒരാൾക്ക് സഹിക്കാൻ പറ്റും ഇതൊക്കെ? ഒരു ദിവസം അല്ലെങ്കിൽ വേറൊരു ദിവസം എല്ലാ സത്യങ്ങളും വെളിയിൽ വരും. സത്യത്തിനെതിരായിട്ടുള്ള ശബ്ദമുയർത്തോ നമുക്ക്? എത്ര നാൾ നമ്മൾ ക്ഷമയോടിരിക്കും? ഒരു നാളില്ലെങ്കിൽ മറ്റൊരു നാൾ ക്രൂരതയ്ക്കെതിരായി നമുക്ക് പോരാടാം. രൂപൽ കടന്നു ചെന്ന വീട്ടിലെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? കള്ളത്തരങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി രൂപൽ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്? വരൂ, നമുക്ക് കാണാം. എന്നെ രക്ഷിക്ക. അവരെ അയാളെ കൊന്നുകളയും. ഞാൻ എന്റെ മോളെ രക്ഷിക്കും. കോൺസ്റ്റബിൾ, ആ കുഞ്ഞിനെ വാങ്ങിക്ക്. എന്റെ മോളെ ഇവിടെ. നിങ്ങളുടെ മോൾക്ക് ഒരു കുഴപ്പമില്ല, ദേ ഇവിടെ ഉണ്ട്. എന്താണ് സംഭവിച്ചത്? നീ ആരാണ്? ഞാൻ രൂപലാണ്. അതുപോലെ അവര് എന്റെ അമ്മായിയമ്മ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. പറയൂ രൂപൽ, എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇന്ന് വൈകിട്ട് നമ്മൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നടക്കുന്ന സത്യങ്ങളൊന്നും രൂപൽ അറിയരുത്. അതേമേ, വളരെ ശരിയാ. അവൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായാലേ പിന്നെ നമ്മുടെ കാര്യം അവതാളത്തിലാവും. ഞാൻ അവളുടെ അമ്മേന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത് അവൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പ്രകാശ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ ബന്ധത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? മുഖ്യമായും ഞാൻ അറിയേണ്ട എന്തെങ്കിലും കാര്യം, നീ എന്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്ന എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്നുള്ളത് എന്നോട് ഇന്ന് പറയണം. കണ്ടില്ലേ അമ്മേ, അവളുടെ നാവിന്റെ നീളം കണ്ടോ? നീയൊക്കെ ഒരു പെണ്ണാണോ? ഭർത്താവിന് മുന്നിൽ ഇങ്ങനെയൊക്കെയാ സംസാരിക്കാ? ഈ കുടുംബത്തിന് ഒരു അനന്തരാവകാശിയെ പോലും തന്നില്ല. പെൺകുഞ്ഞിനെയല്ലേ പെറ്റത്. പ്രകാശ്, നിങ്ങളുടെ അച്ഛന്റെ പേരെന്താന്ന് നിങ്ങൾ എന്നോട് പറയണം. നിങ്ങളുടെ അച്ഛന്റെ പേരെന്താണെന്ന് പറ. മൻസൂർ. എങ്ങനെയുള്ള പെണ്ണിനെ കെട്ടിവെച്ചിരിക്കുന്ന എന്റെ മകന്? ഒരു വൃത്തികെട്ടവളായ സ്ത്രീക്ക് എന്റെ മകനെ കെട്ടിവെച്ചിരിക്കുന്നു. അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം എന്റെ മകന്റെ ബിസിനസ് നഷ്ടമായി. അതിനു മേലെ നിനക്ക് ധൈര്യം വന്നോ എന്റെ മകനോട് അവന്റെ അപ്പന്റെ പേര് ചോദിക്കാനായിട്ട്? അതെ മീന, നീ പറഞ്ഞത് ശരിയാണ്.
വേലക്കാരിയുടെ താഴെ അവളുടെ സ്ഥാനം. ഇവൾക്കിവിടെ സംസാരിക്കാൻ യോഗ്യതയില്ല. റൂപ്പൽ, നിന്റെ ഉദ്ദേശം എന്താ? അമ്മ പറഞ്ഞത് ശരിയാ, നീ വീട്ടിൽ കയറിയതോടെ എല്ലാം നശിച്ചുപോയി. എനിക്കും എന്റെ വീട്ടുകാർക്കും കഷ്ടകാലം മാത്രം ഉണ്ടായത്. പ്രകാശ്, ഇത് നിങ്ങളുടെ DNA റിപ്പോർട്ടാണ്. ഇതെന്റെ അമ്മായച്ചൻ മൻസൂറിന്റെയും DNA റിപ്പോർട്ടാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട അങ്കിള് അവിനാഷ് അങ്കിളുടെയും DNA റിപ്പോർട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെ DNA റിപ്പോർട്ട് എങ്ങനെ നിന്റെ കയ്യിലെത്തി? ഞങ്ങളുടെ DNA റിപ്പോർട്ട് നീ എങ്ങനെ ഉണ്ടാക്കിയത്? 4 ദിവസം മുമ്പ് മദ്യക്കുപ്പിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ തള്ളിയിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സംസാരം ഞാൻ മൊത്തമായി കേട്ടിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രവൃത്തികൾ എനിക്ക് സംശയം തോന്നുന്നുണ്ടായിരുന്നു. അതൊന്ന് ഉറപ്പാക്കാനായി ഞാൻ എന്റെ കൂട്ടുകാരി ഗൈനിക് ഡോക്ടർ ഗായത്രിയോട് സംസാരിച്ചിരുന്നു. ഗായത്രി, എനിക്ക് എന്റെ കല്യാണത്തിന് അന്ന് തന്നെ സംശയം തോന്നിയതാണ്. എന്റെ ഭർത്താവ് സ്വന്തം അച്ഛന്റെ കാല് തൊട്ട് തൊഴുന്നതിന് പകരം ആ അവിനാശങ്ങളുടെ കാല തൊട്ടു തൊഴുന്നത്. അമ്മയും അവിനാശങ്ങളെ റൂമിൽ ഒരുമിച്ച് നിൽക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഗായത്രി, ഇനി നീ തന്നെ എനിക്ക് ഇതിൽ വഴി പറഞ്ഞു തരണം. ഞാൻ എങ്ങനെ എന്റെ സംശയം ഒന്ന് മാറ്റിയെടുക്കുക? നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ DNA ടെസ്റ്റിനുള്ള സാമ്പിൾ എടുത്തോണ്ട് വന്ന് എനിക്ക് തരണം. പിന്നെ ഞാൻ 3 പേരുടെയും DNA റിപ്പോർട്ട് റെഡിയാക്കി നിന്റെ കയ്യിൽ കൊണ്ട് തന്നേക്കാം. താങ്ക് യു ഗായത്രി. നോക്ക്, പ്രകാശിന്റെ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ രണ്ടുപേരും ചേർന്നു. അങ്കിൾ, വെള്ളം. അത് സാരില്ല അങ്കിൾ, ഞാൻ ചെയ്തോളാം. ഇങ്ങനെയാണ് ഞാൻ എനിക്ക് വേണ്ട തെളിവുകളെല്ലാം ശേഖരിച്ചത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് മമ്മി നിങ്ങളുടെ ഡോക്യുമെന്റ് ബാഗിൽ നിന്നും കിട്ടി. നിങ്ങളും അവിനാശങ്ങളും തമ്മിലുള്ള പ്രണയബന്ധത്തിന്റെ എല്ലാ തെളിവുകളും, നിങ്ങളുടെ പ്രേമത്തിന്റെ ഫോട്ടോസ്. പ്രകാശ്, ഇനിയെങ്കിലും വായ തുറന്ന് നിന്റെ അച്ഛന്റെ പേര് പറയാമോ? അതും ഞാൻ ഈ തെളിവുകളെല്ലാം എടുത്ത് നാട്ടുകാരുടെ മുമ്പിലേക്ക് അങ്ങ് പോണോ? അപ്പൊ അവർക്ക് മനസ്സിലാകുമല്ലോ ഈ പ്രകാശിന്റെ അച്ഛൻ മൻസൂഖ് മെഹ്തയല്ല, പകരം ഈ അവിനാഷ് അങ്കിളാണെന്ന്. ആ അതെ, പ്രകാശ് അവിനാഷിന്റെ മകൻ തന്നെയാണ്. മൻസൂർ എനിക്കൊരു പെൺകുട്ടിയെ തന്നിട്ട് ആൺകുട്ടിയെ ജനിപ്പിക്കാൻ ത്രാണിയില്ലാതെ പോയിരിക്കുന്നു. അതെ, അവിനാഷ് അയാളാണ് എന്നെ ശ്രദ്ധിച്ചത്. അവിനാഷ് എനിക്കും എന്റെ കുടുംബത്തിനും എല്ലാ സന്തോഷത്തെയും തന്നിട്ടുണ്ട്. മൻസൂർ കൊടുക്കാനുള്ളത് അവിനാഷാണ് എന്റെ കുടുംബത്തിന് തന്നത്. രൂപൽ, ഈ വീട്ടിൽ എല്ലാവർക്കും പ്രകാശ് എന്റെ മോനാണെന്ന് അറിയാം. ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല, മൻസൂനും ഒരു എതിർപ്പുമില്ല. പിന്നെ നീ എന്തിനാ കിടന്ന് തുള്ളുന്നേ? എന്നെ സംബന്ധിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്, കാരണം ഇത് എന്നെ ബാധിക്കുന്നതാണ്. പ്രകാശ് എന്റെ ഭർത്താവാണ്, എന്നിട്ട് ഇത്രയും വലിയ കാര്യം എന്നോട് മറച്ചു വെച്ചോ? ഞാൻ ആരെയാണ് എന്റെ അമ്മായിച്ചനെന്ന് വിളിക്കുന്നത്? അദ്ദേഹം എന്റെ ഭർത്താവിന്റെ അച്ഛനേ അല്ല. പ്രകാശിന്റെ അച്ഛനാണെങ്കിൽ ഈ അവിനാഷ് അങ്കിളാണ്. അതുപോലെ മമ്മി, നിങ്ങൾ എന്നെ ഭാഗ്യം കെട്ടവളൊന്നും അപശകനൊന്നും ഒക്കെ വിളിച്ചോ, പക്ഷേ നിങ്ങളുടെ സ്വഭാവ മഹിമ എന്താണ്? നിങ്ങളുടെ ഭർത്താവ് ഒരാളാണ്, നിങ്ങളുടെ മകന്റെ അച്ഛൻ നിങ്ങളുടെ ഭർത്താവല്ല. പകരം നിങ്ങളുടെ ഭർത്താവിന്റെ കൂട്ടുകാരൻ അവിനാഷ് അങ്കിളാണ്. ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇനി വാ തുറന്നല്ലേ, നീ എനിക്ക് ഒരിക്കലും ഇനി വാ തുറക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ ഈ നിൽക്കുന്ന മൻസൂൺ അല്ല, അവിനാഷ് അങ്കിളാ. അതിനു മേലെ നിനക്ക് ധൈര്യം വന്നോ? ഇവൾക്കെന്താ പറഞ്ഞ മനസ്സിലാകത്തില്ലേ? വായ് ഉണ്ടെന്ന് പറഞ്ഞ് നിന്റെ ഇഷ്ടത്തിന് എന്ത് വേണോ സംസാരിക്കാമെന്നോ? ഒറ്റ അട്ടി തന്നാലുണ്ടല്ലോ, അപ്പോഴേ നിനക്ക് സ്വയം ബുദ്ധി വരൂ. എന്നാടി നിന്റെ നശിച്ച കൊച്ച്. മോളെ, നിനക്കൊരാപത്ത് വരാൻ അമ്മ അനുവദിക്കില്ല. നമ്മളോട് ഇത്രയധികം കാര്യങ്ങൾ മറച്ചു വെച്ച ഈ വീട്ടിൽ, അതുപോലെ ഇത്രയും ക്രൂരമായി എന്നോട് പെരുമാറിയവരോട് ഇവര് നാളെ ഇതേ രീതിയിൽ നിന്നോട് പെരുമാറിയേക്കാം.
ഇവരിതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. എന്തൊക്കെയോ ചെയ്ത് ഞാൻ എന്റെ മോളെയും കൊണ്ട് ഇവിടം വരെ എത്തി. ഇനി എന്നെ നിങ്ങൾ വേണം രക്ഷിക്കാൻ. കോൺസ്റ്റബിൾ, ഏത് നശിച്ച സമയത്താണോ ആവോ മോന്റെ കല്യാണം അവളുമായിട്ട് നടത്തിയത്. ഏടത്തെയും കുഞ്ഞും സ്റ്റോർ റൂമിലില്ല. അവൾ എവിടെയെങ്കിലും പോയി ചത്ത് കാണും അമ്മേ. പറയാൻ പറ്റില്ല, കൊച്ചിനെയും കൊണ്ട് അവൾ ആ ട്രെയിനിന്റെ അടിയിൽ തലവെച്ചാണോ? ചത്തുപോയിരിക്കും. ഞാനെന്തിനു മരിക്കണം? ഏടത്തെയും കുഞ്ഞും സ്റ്റോർ റൂമിലില്ല. അവൾ എവിടെയെങ്കിലും പോയി ചത്ത് കാണും അമ്മേ. പറയാൻ പറ്റില്ല, കൊച്ചിനെയും കൊണ്ട് അവൾ ആ ട്രെയിനിന്റെ അടിയിൽ തലവെച്ചാണോ? ഞാനെന്തിനു മരിക്കണം? ഞാൻ എന്തിനാ എന്റെയും എന്റെ നിഷ്കളങ്കരായ കുഞ്ഞിനെയും ജീവനെടുക്കുന്നേ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് നിങ്ങൾ എല്ലാവരും കൂടിയാ, അതും എന്നോട്. എന്റെ ജീവിതത്തിൽ എന്റെ ഭർത്താവ് വന്ന ആളെ പറ്റിയുള്ള ഒരു വലിയ രഹസ്യം, അദ്ദേഹത്തിന്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും എന്നോട് മറച്ചു വെച്ചു. ആദ്യ രാത്രിയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് നുണ പറയുന്നത് എനിക്ക് വെറുപ്പുള്ള കാര്യമാണെന്നുള്ളത്. എനിക്ക് വാക്ക് തരണം, നിങ്ങൾ ഒരിക്കലും എന്നോട് ഒന്നിനും നുണ പറയില്ല എന്നുള്ളത്. കാരണം നുണ പറയുന്നത് എനിക്ക് വെറുപ്പാണ്. എന്നെ ബാധിക്കുന്ന ഒരു കാര്യം എന്റെ അടുത്തൊന്ന് മറച്ചു വെച്ചാ അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാനാവില്ല. ഇൻസ്പെക്ടർ മാഡം, ഇതാണ് എന്റെ ഭർത്താവിന്റെ വീട്ടുകാര്. അറസ്റ്റ് ചെയ്യ് ഇവരെ എല്ലാവരെയും. അയ്യോ വീട്, ഞാൻ നടക്ക്. ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ വാക്ക് കുറെ കേട്ടതാ. വിടാനല്ലേ പറഞ്ഞത്? നടക്ക് അങ്ങോട്ട്. ഇല്ല ഇല്ല. അമ്മേ, അമ്മേ, നമ്മള് കേസ് ജയിച്ചു. ദാ ഈ മധുരം എടുക്ക. അമ്മേ, അമ്മ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇന്ന് സത്യം വിജയിച്ചിരിക്കുകയാണ്. എനിക്ക് എന്റെ ഭർത്താവ് പ്രകാശിൽ നിന്ന് ഡിവോഴ്സ് കിട്ടി. പ്രകാശും അയാളുടെ വീട്ടുകാരും ചേർന്ന് എന്നോട് കാണിച്ച ക്രൂരതകൾ, അതിനെല്ലാമുള്ള ശിക്ഷ ഇന്ന് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ എന്റെ മോളോട് കൂടെ എന്റെ പുതിയ ജീവിതം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി അമ്മ എന്റെ കൂടെ നിൽക്കുകയും അനുഗ്രഹിക്കുകയും വേണം അമ്മേ. സന്തോഷമായിട്ടിരിക്കും മോളെ. കള്ളത്തരങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി രൂപൽ എത്ര വലിയ ആപത്തായ വഴികളാണ് തെരഞ്ഞെടുത്തത്. രൂപൽ വലിയ ധൈര്യത്തോടെ നിന്ന് അവരുടെ മുഖം മൂടിയ വലിച്ചു കീറി. അവസാനം സത്യം തെളിഞ്ഞത്. അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ രൂപൽ അറിയാതെ പോയിരുന്നെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാതായിരിക്കും. അതിനുശേഷം ഇത്ര വലിയ രഹസ്യങ്ങൾ രൂപൽക്ക് അറിയാൻ കഴിഞ്ഞത് അവൾ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടു. അതിനുശേഷം കോടതിയിലേക്കും അവൾ കയറി ചെന്നു. പോലീസും നിയമവും രൂപലിനെ സഹായിച്ചു. രൂപലിന് നീതി കിട്ടിയത്. രൂപലിനെ പീഡിപ്പിച്ചവർക്ക്, അതായത് അമ്മായിയപ്പനും കുടുംബത്തിനും ശിക്ഷ കിട്ടിയത്. ഇന്ന് അവളുടെ കുഞ്ഞിനോടും അമ്മയോടും കൂടെ സന്തോഷമായി അവൾ ജീവിച്ചു പോകുന്നു. നമ്മൾ ശക്തമായിട്ട് പോരാടണം, എല്ലാ അനീതിക്ക് വേണ്ടിയും കള്ളത്തരങ്ങൾക്ക് വേണ്ടിയും. ഞാൻ സുധാ ചന്ദ്രൻ. ഇങ്ങനെയുള്ള എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും നിങ്ങളുടെ മുന്നിൽ. അതുവരെ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തിരിക്കണം, കണ്ടുകൊണ്ടേയിരിക്കണം ക്രൈം അലർട്ട്, കുറ്റത്തിനെതിരെയുള്ള ശബ്ദം.